മഞ്ചേശ്വരം ഉപ്പള ശാരദാ നഗറിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കടലാക്രമണത്തിന്റെ രൂക്ഷതയാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതാണ്ട് 50 മീറ്ററിലധികം ദൂരത്തേക്ക് കടൽ കയറി വന്ന് ഇവിടെയുണ്ടായ തെങ്ങുകൾ പൊഴിഞ്ഞു വീണ ഒരു സ്ഥിതിയുണ്ട്. അതുകൂടാണ്ട് ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള വീട് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഈ കടലാക്രമണത്തിൻ്റെ ഭാഗമായി തകർന്നു കഴിഞ്ഞു. വലിയ ദുരിതം നേരിടുകയാണ് ഇവിടുത്തെ തീരദേശവാസികൾ. ഇവിടെ തകർന്ന വീടിൻ്റെ വീട്ടുടമ ഇവിടെ നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, എപ്പോഴാണ് ഇത് തകർന്നത്? ഇത് 31-ന് ഞാൻ 29-ന് താമസം ഉണ്ടാഞ്ഞ് പിന്നെ പേടിയാണ് കിടക്കാൻ. പിന്നെ ഇന്നലെല്ലാം സാധന കാലിയാക്കി, ഇന്നലെ മുഞ്ഞാന്ന് എല്ലാം തുടങ്ങി. ഈ വീട് തകരുമ്പോൾ താങ്കൾ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഇറങ്ങി ഓടി? സാധനം എല്ലാം അവിടെ വെച്ച് എല്ലാം ഈ കുട്ടികളെല്ലാം വന്നിട്ട് കൊണ്ടുപോയി അടക്ക്. ഇവിടെ ശാരദാ നഗറിലെ പ്രസീതിയുടെ വീട് കഴിഞ്ഞ ദിവസം തകരുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മുറികളാണ് വീടിനുണ്ടായി? എല്ലാം പോയി. 7 മുറികളുള്ള ഒരു വീടാണ് ഇപ്പോൾ തെരയടിച്ചിലിൽ തകർന്ന് നാമാവശേഷമായി മാറിയത്. ഒരിക്കലും വാസയോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ വീടിൻ്റെ പിൻഭാഗം കടൽ കവർന്നെടുത്തിരിക്കുന്നത്. തിരമാലകൾ ഇപ്പോഴും ശക്തമായി ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം, ഇതിന് തൊട്ട് സമീപത്തായുള്ള മറ്റ് 3 വീടുകൾ കൂടി കടലാക്രമണത്തിൻ്റെ ഭീഷണിയിലാണ്. ഏത് സമയവും മറ്റ് 3 വീടുകൾ കൂടി ഈ ശാരദാ നഗറിൽ തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏത് സമയവും കടലെടുക്കാവുന്ന നിലയിലേക്ക് തിരയടിച്ച് വീടിൻ്റെ പിറകുവശം വരെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. കടലാക്രമണം രൂക്ഷമായി വരുമ്പോൾ ഇവിടെ തെങ്ങുകൾ, അതുപോലെ തന്നെ വീടുകൾ എന്നിവ തകർന്നു വീഴുമ്പോൾ അതിനൊപ്പം ഈ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലം വിവിധ കുടുംബങ്ങളുടേതായി ഇപ്പോൾ കടലിലേക്ക് പോയ നിലയിലാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടൽഭിത്തി, സുരക്ഷക്കായി ഒരുക്കിയ കടൽഭിത്തി അടക്കം തിരമാലയിൽ തകർത്ത നിലയിൽ നമുക്ക് കാണാം. ഏറെ ദയനീയമായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏറെ ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഞ്ചേശ്വരം ഉപ്പളയിലെ ശാരദാ നഗറിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.